ആരോടാണ് നമ്മൾ കാരുണ്യം കാണിക്കേണ്ടത്? ആരോടാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ആരോടാ? നന്ദി കെട്ടവരോട്. അല്പം പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ, പറഞ്ഞു കേട്ടിട്ടുള്ള മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്റെ ബ്രദറെ, എത്ര കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നന്ദിയില്ലാത്ത വർഗമാകട്ടോ. നന്ദി കാണിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? കൊടുക്കുമ്പോഴെല്ലാം തിരിച്ചു കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല, എന്താ വേണം? നന്ദി കാണിക്കണമെന്ന്. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നത് എന്താണ്? അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അപ്പോഴാണ് നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകുന്നത്. അങ്ങനെ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത്യുന്നതന്റെ പുത്രന്മാര് ആകുവാൻ കഴിയത്തുള്ളൂ. And your reward will be great. You will be sons of the Most High, for He is kind to the ungrateful and the selfish. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും എന്നുള്ള വാക്ക് RSV ഉപയോഗിച്ചിരിക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ആളുകളോട്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ത്? സെൽഫിഷ്നെസ് പറയുന്നത്. നമ്മളൊക്കെ പറയും, അവൻ എങ്ങനെങ്കിലും അവന് കാര്യം സാധിക്കണമെന്നല്ലാതെ, കണ്ടോ, അവന്റെ കാര്യം സാധിച്ചതിന് ശേഷം അവൻ തിരിഞ്ഞു നോക്കത്തില്ല. കണ്ടോ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ കർത്താവ് എന്ത് ചെയ്യുന്നു? അവന്റെ കാര്യം സാധിക്കുന്നതിന് നമ്മളൊക്കെ അങ്ങനെയല്ലേ? ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളും ഇങ്ങനെയല്ലയോ? നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഈ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഇത്ര വലിയ കുറ്റം പറയുന്നത്? അപ്പൊ നമ്മളോട് ഇവൻ കരുണ കാണിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയതുകൊണ്ടൊന്നുമല്ല. നമ്മൾ സെൽഫിഷ് ആയപ്പോഴും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ട്. എന്ന് തന്നെയല്ല, ലോകത്തിലെ എല്ലാ സെൽഫിഷ് ആയിട്ടുള്ളവരെയും അവൻ ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടല്ലോ. എല്ലാ ഈവിൾ ആയിട്ടുള്ള ദുഷ്ടന്മാരെയും, അൺഗ്രേറ്റ്ഫുൾ, ലോകത്തിൽ എത്ര പേരുണ്ട് കർത്താവിനോട് നന്ദിയുള്ളവര്? അവരുടെ ഒന്നും നോക്കുക. യേശു കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഒരുത്തൻ മാത്രം മടങ്ങി വന്നു. 9 പേര് സൗഖ്യമായ വഴിക്ക് പോയി. അവര് നന്ദിയില്ലാത്തവരായി പോയി. നന്ദിയില്ലാത്തവരായി പോയവരുടെ കുഷ്ഠരോഗം കർത്താവ് തിരിച്ചു കൊടുത്തോ? ഇല്ല. കാര്യം അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ നന്ദി കെട്ടവരോടും സ്വാർത്ഥന്മാരോടും ദയാലുവാണ്. അപ്പൊ കരുണ കാണിക്കേണ്ടത് ആരോടാണ്? നമ്മളോട് നന്ദി കാണിക്കുന്നവരല്ല, നല്ല ആളുകളല്ല, അൺസെൽഫിഷ് ആയിട്ടുള്ളവരോടല്ല. അൺസെൽഫിഷ് ആയിട്ടുള്ള ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് കരുണ കാണിക്കുന്നത് കരുണയെ അല്ല, അത് ബിസിനസ്സാണ്. ആരോടാണ് കരുണ കാണിക്കേണ്ടത്? നന്ദി കെട്ടവരോടും സെൽഫിഷ് ആയിട്ടുള്ളവരോടും നമുക്ക് കരുണ കാണിക്കാനായിട്ട് പറ്റും. അവർക്ക് കരുണ ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ അത്യുന്നതന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. If you want to be a son, a child of the Most High, the best way to gain that position എന്താണെന്നറിയാമോ? Start showing mercy to the ungrateful and the selfish. നമുക്ക് കർത്താവിന്റെ മക്കളായി വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് തൊട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. നന്ദി കെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് കരുണ കാണിക്കാൻ തുടങ്ങണം. നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ EGR പീപ്പിൾ ഉണ്ട്, എക്സ്ട്രാ ഗ്രേസ് റിക്വയർഡ് പീപ്പിൾ. അവരുടെ അടുത്തോട്ട് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ഗ്രേസ് കാര്യം അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെ നന്മയും കരുണയും അണിയിച്ചിരിക്കുകയാണ്. നമ്മളെ അണിയിച്ചിരിക്കുന്ന കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അവർക്ക് കരുണ ലഭിക്കും. നമ്മള് സങ്കീർത്തനം 41:1, 18 സങ്കീർത്തനത്തിന്റെ 25 വാക്യത്തില്, മത്തായിയുടെ സുവിശേഷം 6:14, ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന, ഞാൻ വാക്യങ്ങൾ വായിക്കാതെ പറഞ്ഞു പോകുകയാണ്, ഇവിടെയൊക്കെ കാണുന്നത് അവൻ ദയാലുവോട് ദയാലുവാകുന്നതാണ്. നാം ദയ കാണിക്കുമ്പോൾ ദൈവം നമ്മളോടും ദയ കാണിക്കുന്നു. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് അവനോട് കരുണ കാണിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആയിരിക്കുന്ന ആളുകളോട് കരുണ കാണിക്കും. കർത്താവിന്റെ പ്രധാനപ്പെട്ട അനുഗ്രഹ വചനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കരുണയുള്ളവരായിരിക്കും. നമ്മള് പ്രോവേർബ്സിനകത്ത് 19 അധ്യായത്തിന്റെ 17 വാക്യം വായിക്കുമ്പോൾ അനാഥർക്കും വിധവമാർക്കും വായ്പ കൊടുക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മൾ കാണിക്കുന്ന കരുണ പലിശ സഹിതം ദൈവം എന്ത് ചെയ്യും? നമുക്ക് മടക്കി തരുമെന്നാണ് പറഞ്ഞത്. ആ മടക്കി കിട്ടുമെന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്ത്? മനസ്സലിവാണ്, കമ്പാഷനാണ്. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിൽ അതിന്റെ 36 വാക്യം മുതൽ വായിക്കുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ.
വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി വരികയില്ല. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഒരു ബോധമില്ലാതെ ഉപയോഗിക്കുന്ന പ്രസംഗങ്ങളും പാട്ടുകളും നമുക്കുണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു പാട്ടായത്. കോട് നിനക്ക് നൽകപ്പെടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിന്റെ മടിയിൽ കിട്ടും. എപ്പോഴാ പാടുന്നറിയാമോ? സ്വത്രാഴ്ച എടുക്കുമ്പോൾ. സ്വത്രാഴ്ച എടുക്കുമ്പോൾ പാടേണ്ട പാട്ടല്ല അത്. കാര്യം ഇവിടെ സ്വത്രാഴ്ച ഇടുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആളുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയ നോട്ട് എടുത്താട്ടെ ഇന്ന് രാത്രി, ഇന്ന് കൊണ്ടുവന്നുള്ള ഏറ്റവും വലിയ നോട്ട് എന്തിനാ ഇതിനകത്ത് ആർക്ക് കൊടുക്കുക? കർത്താവിനിടുക. കർത്താവിനൊന്നുമല്ല, ഈ പറയുന്ന പാർട്ടിക്ക്, അല്ലാതെ വേറെ ആർക്കുമല്ല. അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തോ കിട്ടും? 100 മടങ്ങ് കർത്താവ് മടക്കി തരാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, 100 മടങ്ങ് ഇതെന്തോ കർത്താവ് എന്നെ മുച്ചിട്ടുകളിക്കാരൻ പോലും ഇരട്ടി തരാമെന്ന് പറയുന്നുണ്ട്. ഈ രാജാവേ 1 വെച്ചാൽ 2 കിട്ടും. നമ്മൾ പറയാം എന്തോ പറയുന്നത് 100 മടങ്ങ്. എന്റെ ചോദ്യം, പല മടങ്ങ് മടക്കി കിട്ടുമെന്ന് പറഞ്ഞ് ഗാംബിൾ ചെയ്യുകയാണോ നിങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്? അതിനകത്ത് വല്ല അനുഗ്രഹവും നിങ്ങൾ കാണുന്നുണ്ടോ? അത് തന്നെയല്ല, എനിക്ക് കിട്ടണമെന്ന് വെച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോളം ദ്രവ്യാഗ്രഹി ആരാ ഉള്ളത്? എന്തോരം വികലമായ ചിന്തകളാണ്, എന്തോരം വികലമായ പഠിപ്പിക്കലുകളാണ് നമ്മുടെ സഭകളിൽ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് 100 മടങ്ങ് കർത്താവ് മടക്കി കിട്ടും, ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ ദൈവികതയുടെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറ്റുന്നുണ്ടോ? അതോ ദ്രവ്യാഗ്രഹമാണോ കയറ്റുന്നത്? വാട്ട് ഈസ് ഇറ്റ്? ഇവിടെ എന്താണ് മടക്കി കിട്ടുമെന്ന് പറയുന്നത്? കൊട് നിനക്ക് നൽകപ്പെടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിന്റെ മടിയിൽ തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മനസ്സലിവിനെ കുറിച്ചാണ്. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് മനസ്സലിവുള്ളവനാകയാൽ നിങ്ങളും എങ്ങനെയായിരിക്കും? മനസ്സലിവുള്ളവർ ആകുവിൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. നിങ്ങൾ കാണിക്കേണ്ടത് മനസ്സലിവാണ്. വിടുവിൻ, എന്നാൽ നിങ്ങളും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ എത്ര മനസ്സലിവ് കാണിക്കുമോ അത്രയും മനസ്സലിവ് നിങ്ങൾക്ക് കിട്ടും. മനസ്സലിവിനെ കുറിച്ച് പറയുന്ന പാസേജ് ആണ് പണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എടുത്തുപയോഗിക്കുന്ന വികലമായിട്ട് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഒരു സിസ്റ്റം തന്നെ നമ്മൾ തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ ഉപദേശങ്ങളിൽ ഒന്നും ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉപദേശം ശരിക്കും ഇല്ല. 100 മടങ്ങ്. ഇപ്പൊ ഇന്നലെ ആണെങ്കിലും ഞങ്ങൾ സംസാരിച്ചു കൊടുത്ത് പറഞ്ഞു, കർത്താവ് പറഞ്ഞു എന്റെ നിമിത്തവും ദൈവരാജ്യ നിമിത്തവും എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 മടങ്ങ് ഇവിടെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? വലിയൊരു ബ്ലെസ്സിങ്. ശരിക്കും പറഞ്ഞാൽ അത് ബ്ലെസ്സിങ് അല്ല. അവിടെ പറയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. ഭയങ്കര ഒരു ശാസനയാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്. അനുഗ്രഹം പറയല്ല, ഒരു ശാസന. എന്താണെന്നറിയാമോ? അതിന് മുകളിലത്തെ പാസേജിലാണ് നമ്മൾ കാണുന്നത്, ധനികനായ യുവാവ് വന്നിട്ട് കർത്താവിനെ അനുകരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടും അവൻ ഏറിയ ധനമുള്ളവനായതുകൊണ്ട് എന്ത് ചെയ്തു? മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ അവനെ പോലെ അല്ലല്ലോ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ പറയട്ടെ, പണം കൂടുതലുള്ളത് കൊണ്ട് മടങ്ങിപ്പോയ ധനികനായ യുവാവും പണം ഇല്ലാത്തത് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഈ പത്രോസും ഒരുപോലെ ദ്രവ്യാഗ്രഹികളാണ്. നമ്മുടെയൊക്കെ ചിന്ത കാശുകാർക്ക് മാത്രമേ ദ്രവ്യാഗ്രഹമുള്ളെന്നാണ്. ദ്രവ്യാഗ്രഹം പണക്കാർക്കും ഉണ്ട്, ദരിദ്രർക്കും ഉണ്ട്. ഉള്ളത് പോകരുതെന്ന് ചിന്തിക്കുന്നവനും ദ്രവ്യാഗ്രഹിയാണ്, ഇല്ലാത്തത് വേണമെന്ന് ആഗ്രഹിക്കുന്നവനും എന്ത് തന്നെയാണ്? ദ്രവ്യാഗ്രഹിയാണ്. രണ്ടുപേരുടെയും തെറ്റൊന്നു തന്നെയാണ്. പത്രോസിനോട് ചങ്ക് പൊട്ടി കർത്താവ് പറയുന്നൊരു കാര്യമാണ്, മോനെ, ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ ഒന്നും ചോദിച്ചില്ലല്ലോടാ, ഇപ്പോഴാണല്ലോ നീ ചോദിക്കുന്നത് എന്ത്? ഞങ്ങൾക്ക് എന്ത് കിട്ടും? നീ ചോദിച്ചുകൊണ്ട് പറയാം. നീ ചോദിച്ചത് കൊണ്ട്, നീ ഡിമാൻഡ് ചെയ്തുകൊണ്ട് നീ ചോദിക്കുന്നത് തരും, 100 മടങ്ങ് തരും. പക്ഷേ അതിനോട് ചേർന്നൊരു വാക്ക് പറയാണ്, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ശാസനയുടെ ഒരു പാസേജ് അത്, അല്ലാതെ ബ്ലെസ്സിങ്ങിന്റെ പാസേജ് അല്ല അത്. ഒരു ശാസനയുടെ പാസേജ് എടുത്താണ് ഒരു അനുഗ്രഹത്തിന്റെ പാസേജ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നതെന്നാണ് ഇതിന്റെ പ്രശ്നം.
ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. പത്രോസിനെ ശാസിക്കുവാൻ നമ്മൾ ചില പറയുമല്ലോ, ഞാൻ ഇതനുസരിച്ചാണെങ്കിൽ, നിങ്ങൾ പറയുന്ന ഈ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഈ പ്രസംഗത്തിന്റെ അനുസരിച്ചാണെങ്കിൽ ധൂർത്തുപുത്രൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാര്യം എന്താ? അവന്റെ അപ്പൻ അവൻ എല്ലാ സ്വത്തിന്റെയും പകുതി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. അനുഗ്രഹമാണോ അവന്റെ സമ്പത്ത് കിട്ടിയത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ധൂർത്തുപുത്രന് അപ്പൻ സ്വത്ത് പകുത്തു കൊടുത്തത് അനുഗ്രഹമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവൻ ഡിമാൻഡ് ചെയ്തു, അപ്പാ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. ഡിമാൻഡ് ചെയ്തപ്പോൾ അപ്പൻ പറഞ്ഞു യെസ്, എടുത്തോ. ചങ്ക് പൊട്ടിയാ പറയുന്നത്, എടുത്തോളാൻ പറയുന്നത്. അല്ലാതെ അവന് കൊടുക്കാതിരിക്കാനൊന്നും അല്ല. എന്താണ് അപ്പന്റെ സ്വത്ത് പോകുന്നതിന്റെ ഇതല്ല. അവൻ എന്നെ വേണ്ടാലോ, എന്റെ സമ്പത്ത് മതിയല്ലോ. അവൻ പറഞ്ഞില്ല അപ്പാ പകുതി വാങ്ങിച്ചിട്ട് ചേട്ടനെ അങ്ങ് മാറ്റി വിട്ടായിരുന്നു, നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോയി താമസിക്കാമെന്നാണ് അവൻ പറഞ്ഞത്. അല്ല, അവൻ അപ്പനെ വേണ്ട. എന്ത് മതി? അപ്പന്റെ സ്വത്ത് മതി. അതിൽ ചങ്ക് പൊട്ടിയാണ് അപ്പൻ അവന് സ്വത്ത് വിഭാഗിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ യേശു കർത്താവിനോട് പത്രോസ്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഈ ധൂർത്തുപുത്രനോട് അപ്പൻ പറയുന്നത് പോലെ അതിന് സമാനമായ ഒരു വാക്കാ കർത്താവ് പറയുന്നത്. ശരി, എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. ദൈവം ആർക്കും കടക്കാരനൊന്നും അല്ല. എടാ, നീ എന്റെ പുറകെ വന്നതിന് നാളെ നീ പറയരുത് അവന്റെ പുറകെ വന്നു കഴിഞ്ഞ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന്. നിനക്ക് 100 മടങ്ങ് നന്നേക്കാം. അനുഗ്രഹവചനമല്ല, ശാസനയുടെ വചനമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവവചനം ഉപയോഗിക്കുമ്പോൾ എന്ത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ അതിനെ പാടിപ്പുകഴ്ത്താനായിട്ട്. തെറ്റായിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ ഞാൻ അവരെ അങ്ങ് ക്രൂശിക്കുമൊന്നുമല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, കേൾക്കുന്ന നിങ്ങൾ ബെറിയൻ ക്രിസ്ത്യൻസിനെ പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് ഒന്ന് ശോധന ചെയ്യണം. ഓരോ പുതിയ പാട്ടിറങ്ങുമ്പോഴും അതും പാടി എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോയേക്കല്ല്. അങ്ങനെ തന്നെ തിന്നാനുള്ളതല്ല. അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും വചനങ്ങൾ പഴയ നിയമത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അനുഗ്രഹവും ശാപവും പറയുന്നില്ല. കൽപ്പന കൊടുക്കുമ്പോൾ കൽപ്പന കൊടുക്കുന്നതേ ഉള്ളൂ. എന്നാൽ അതനുസരിക്കാൻ മനസ്സില്ലാത്ത ദുശാഠ്യമുള്ള ജനത്തോടാണ് പറയുന്നത് ഇത് അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശാപം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ദുശാഠ്യമുള്ള ജനമാണ്, അനുസരിക്കാത്ത ജനങ്ങൾ. നമ്മുടെ വീട്ടിൽ പിള്ളേരാണെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ ഓടിപ്പോയി ചെയ്യുന്ന പിള്ളേരോട് നമ്മൾ പറയുമോ, മോനെ നീ അത് ചെയ്താൽ ഇന്നത് തരാമെന്നും നീ ചെയ്തില്ലെങ്കിൽ ഇതിനെ അടിക്കുമെന്നും പറയുമോ? ഒന്നുമില്ല. അപ്പനോടും അമ്മയോടും സ്നേഹമുള്ള പിള്ളേരാണെങ്കിൽ അടി കിട്ടാതിരിക്കാനും മുട്ടായോ കിട്ടുന്നത് കൊണ്ടും ഒന്നും അല്ല അനുസരിക്കുന്നത്, അപ്പനോടും അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അനുസരിക്കുന്നത്. അപ്പനോടും അമ്മയോടും സ്നേഹമില്ലാത്ത പിള്ളേര് അനുസരിക്കാൻ മടിക്കുമ്പോഴാണ് പറയുന്നത്, എടാ കാർ ഒന്ന് കഴുകടാ, ഞാൻ നിനക്ക് 10 രൂപ തരാമെന്ന് പറയുന്നത്. നിങ്ങളുടെ പിള്ളേർ കാർ കഴുകുന്നതിന് 10 രൂപ കൊടുക്കുന്നത് നിർത്തുക. അവന്റെയും കൂടെ കാറാണെന്ന് അവന് തോന്നണമല്ലോ. ഇത് ലോകത്തിന്റെ സിസ്റ്റമാണ് നമ്മൾ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. നീ പണിയെടുത്താൽ നിനക്ക് കാശ്. അപ്പനോട് അവൻ ആദ്യം ബിസിനസ് പഠിക്കുന്നത്, കാറ് കഴുകി കാശ് വാങ്ങിക്കുന്നത്. അവന്റെ കാറല്ലേ, അവൻ എന്ന ബിലോങ്ങിങ്നെസ് തോന്നാത്തത്? അത് മോശമായിട്ട് കിടക്കുമ്പോൾ അവൻ എന്തുകൊണ്ടാണ് പോയി കഴുകാത്തത്? ഇതേപോലെ തന്നെയാണ് ആത്മീയതയുടെ കാര്യവും. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ മനസ്സില്ലാതെ സ്റ്റിഫ് നെക്ഡ് ആയപ്പോൾ കർത്താവ് പറഞ്ഞു ഇത് അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്, അനുസരിച്ചില്ലെങ്കിൽ ശാപമുണ്ട്. പുതിയ നിയമത്തിൽ കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശു കർത്താവിന്റെ സ്നേഹത്തെ കണ്ടിട്ടുള്ള ഒരു പുതിയ നിയമ വിശ്വാസിക്ക് നീ അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്, ഇല്ല ശാപം വരുമെന്ന് പറഞ്ഞാലേ അനുസരിക്കത്തുള്ളെങ്കിൽ അയ്യോ കഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ടത്? യു ആർ എ സ്റ്റിഫ് നെക്ക് പീപ്പിൾ. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമായതുകൊണ്ടാണ് ഈ അനുഗ്രഹത്തിന്റെ ശാപത്തിന്റെയും പാട്ട് കേൾക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അനുസരിക്കാൻ നിങ്ങൾക്ക് കർത്താവിന്റെ സ്നേഹം മാത്രം മതി. കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഇൻസെന്റീവും വേണ്ട അനുസരിക്കാൻ. അവന് അടിയും ഒന്നും വേണ്ട. ഹി വിൽ ഒബേ ഗാഡ് ബിക്കോസ് ഹി ലവ്സ് ഗാഡ്. അവൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ പറയാനങ്ങ് ചിന്തിച്ച് പറയുന്നൊന്നുമല്ല. ഇതൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വേദനിപ്പിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഈ പോക്ക് കണ്ടിട്ടുള്ള ഒരു വലിയ പ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ദിസ് ഈസ് വാട്ട് വി സീ അറൗണ്ട് ക്രിസ്ത്യൻഡം. ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. വേദപുസ്തകത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിനുള്ള പ്രാധാന്യത്തെ കളഞ്ഞിട്ട് ഭൗമികമായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് കൊണ്ട് കുരുക്കിയിടാൻ വേണ്ടി പണത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചും മാത്രം പ്രസംഗിച്ച് സ്നേഹത്തിന് പകരം അടിയും
അടിയും പിടിയും അതുപോലെ പ്രതിഫലവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. Why can't we just obey God without looking for a promise? Because you are a stiff-necked person. അത്രേ ഉള്ളൂ. ദുശാഠ്യമുള്ള ജനമായതുകൊണ്ടാണ് ഇതൊക്കെ വേണ്ടി വരുന്നത്. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ പോലെ നിങ്ങൾ ദുശാഠ്യമുള്ളവരാകരുത്. കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവിൽ അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് അവനെ അനുസരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ മച്യൂർ ക്രിസ്ത്യൻസ് ആകുന്നത്. അല്ലെ നമ്മൾ മച്യൂർ ക്രിസ്ത്യൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. സോ ലെറ്റ്സ് കം ബാക്ക്. അടുത്ത വാക്ക്, ബ്ലെസ്സഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ബ്ലെസ്സഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. ആത്മാവിലെ ദാരിദ്ര്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഹൃദയത്തിലെ പ്യൂരിറ്റിയും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ബ്ലെസ്സഡ് ആർ ദ പ്യുവർ ഇൻ സ്പിരിറ്റ്. പ്യൂരിറ്റി. ശരിക്കും ഈ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ഉള്ള വേർഡ് മീനിങ് പലതുണ്ട്. വൺ ഈസ് സിംപ്ലി ക്ലീൻ. സോയിൽ ക്ലോത്ത്സ് വിച്ച് ഹാവ് ബീൻ വാഷ്ഡ് ആൻഡ് ക്ലീൻ. അതാണ് ഒരു ഫസ്റ്റ് അർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ മുഷിഞ്ഞ വസ്ത്രം എന്ത് ചെയ്യുന്നു? അലക്കി വെളുപ്പിക്കുമ്പോൾ അത് ക്ലീൻ ഡ്രസ് ആണെന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്യുവർ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിന്റെ ചെളി പിടിച്ച് കിടക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? ക്ലീൻ ആകുന്നു. നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിന്റെ മോഹങ്ങളും താല്പര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാൻ പരിശ്രമിച്ച പിശാചിന്റെ എല്ലാ മോഹങ്ങളുടെ വാഗ്ദാനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വി വാഷ് ഇറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കഴുകി നമ്മളെ തന്നെ ക്ലീൻ ആക്കുന്ന ഒരു സ്റ്റേജ്. അത് നമ്മൾ ചെയ്യണം.